Let's start. Yeah, we can start. Sharon, you can start by singing the song. Sharon. Oh, yeah, okay. ജീവന്റെ വചനം കേൾക്കുവാനായി കാതുകൾ തുറക്കണമേ. ജീവന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയമൊരുക്കണമേ. ജീവന്റെ വചനം കേൾക്കുവാനായി കാതുകൾ തുറക്കണമേ. ജീവന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയമൊരുക്കണമേ. വഴിയരികിൽ വീണ വിത്ത് പോലല്ല, പാറമേൽ വീണ വിത്ത് പോലല്ല, മുൾപടർത്തിൽ വീണ വിത്ത് പോലല്ല, നല്ല നിലത്തു വീണ വിത്ത് പോലെന്റെ ഹൃദയമൊരുക്കണമേ. ആദിയിലുണ്ടായ വചനം, ആത്മാവും ജീവനുമായ വചനം. ആദിയിലുണ്ടായ വചനം, ആത്മാവും ജീവനുമായ വചനം. ആർത്തിയോടെ സ്വീകരിക്കാൻ ഹൃദയമൊരുക്കണമേ. ആർത്തിയോടെ സ്വീകരിക്കാൻ ഹൃദയമൊരുക്കണമേ. വഴിയരികിൽ വീണ വിത്ത് പോലല്ല, പാറമേൽ വീണ വിത്ത് പോലല്ല, മുൾപടർത്തിൽ വീണ വിത്ത് പോലല്ല, നല്ല നിലത്തു വീണ വിത്ത് പോലെന്റെ ഹൃദയമൊരുക്കണമേ. ജീവന്റെ വചനം കേൾക്കുവാനായി കാതുകൾ തുറക്കണമേ. ജീവന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയമൊരുക്കണമേ. ആമേൻ. Thank you, Sharon. Rachel, you can start reading the Bible. Yeah. Reading from the book of Psalms, chapter 8. O Lord our God, how majestic is your name in all the earth. You, whose glory above the heavens is chanted by the mouth of babies and infants, you have founded a bulwark because of your foes, to still the enemy and the avenger. When I look at your heavens, the work of your fingers, the moon and the stars which you have established, what is man that you are mindful of him, and the Son of Man that you care for him? Yet you have made him little less than the angels, and you have crowned him with glory and honor. You have given him domination over the works of your hands. You have put all things under his feet, all sheep and oxen, and also the beast of the field, the birds of the air, the fish of the sea, whatever passes along the paths of the sea. O Lord our God, how majestic is your name in all the heaven. Amen. Amen. Rami, now you can introduce our guest. Let, yeah, let's warmly welcome today's speaker, Mrs. Gia Smiju, wife of Smiju Jacob Matakata. She is a dedicated high school Malayalam teacher at St. Thomas High School, Rani, and a recognized Bible preacher under the Knanai Archdiocese. Passionate about guiding the younger generation, she actively serves in student-focused Suvishesha Samajam activities. She is also involved in various organizations like JCI and Wise Men. So I humbly welcome Mrs. Gia Sneju for today's powerful words. താങ്ക് യു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം. യൂത്താണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്.
14 വയസ്സ് മുതൽ 24-30 വയസ്സ് വരെയുള്ള കുട്ടികളെ ആണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ യൂത്തിന്റെ പ്രായം എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ ഒരു പ്രായമാണ്. നല്ല സ്വപ്നങ്ങളും നല്ല ചിന്തകളും ഒത്തിരി ആശയങ്ങളും പ്രവർത്തിക്കാനുള്ള മനസ്സും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിന്റെ പേരാണ് കൗമാര കാലഘട്ടം അല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇന്നിവിടെ ഈ ഗൂഗിൾ മീറ്റിന്റെ അകത്ത് കൂടിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് കൂടിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ യേശുവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് കേൾക്കാനാണ് കൂടിയിരിക്കുന്നത്. ഈ ദൈവത്തെ നമുക്കറിയാമോ? ഈ ദൈവം നമുക്ക് ആരാണ്? ആരാണ് ഈ ദൈവം? പറയാമോ ആർക്കെങ്കിലും ഒന്ന്? പറയുന്നില്ല. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞോളാം. അപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി ചിന്തയുണ്ട്. യേശു എനിക്ക് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒത്തിരി ഉത്തരങ്ങളുണ്ട്. കർത്താവാണ്, നാഥനാണ്, സർവശക്തനാണ്, അത്യുന്നതനാണ്, രക്ഷകനാണ്, ഒത്തിരി ഉത്തരങ്ങളുണ്ട്. എന്നാൽ എനിക്ക് ആരാണ് ഈ ദൈവം? ഈ ദൈവം ആരാണ്? ഞാൻ ആരാണ്? എനിക്കാരാണ് ഈ ദൈവം? ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കാരാണ് ഈ ദൈവം? ഈ നല്ല പ്രായത്തിൽ ഈ ദൈവത്തെ കേൾക്കാനിരിക്കുമ്പോൾ ആരാണ് ഈ ദൈവം? ബൈബിളിൽ അതിന്റെ അകത്ത് ഒരു അർത്ഥം പറയുന്നുണ്ട്. ഒരു വചനം കർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ അറിയില്ല ഞങ്ങൾക്ക്, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ യേശു പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ എന്നും ചൊല്ലുന്നതാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്ന് വെച്ചാൽ ദൈവം പിതാവാണ് എന്ന് യേശു നമ്മെ പഠിപ്പിച്ചു. അപ്പൊ അപ്പനാണ്, നമ്മളുടെ അപ്പനാണ് ദൈവം. ഡാഡിയാണ്, പപ്പായാണ്, അല്ലെ ദൈവം? അതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ഭൂമിയിലെ അപ്പനെ പറ്റി ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ഭൂമിയിലെ അപ്പൻ എന്ന് പറയുമ്പോൾ, എൻ്റെ അപ്പൻ എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ അപ്പൻ എനിക്ക് എപ്പോഴും നല്ലത് മാത്രമേ പറയുകയുള്ളൂ. ഞാൻ തെറ്റ് ചെയ്താൽ എൻ്റെ അപ്പൻ എന്നെ ശിക്ഷിക്കും, അടി തരും. ചെറുപ്പത്തിൽ എനിക്ക് എന്നെ തെറ്റ് ചെയ്താൽ എൻ്റെ അപ്പൻ എന്നെ അടിക്കും. എൻ്റെ അപ്പൻ നന്മ ചെയ്യുമ്പോൾ എനിക്ക് സമ്മാനങ്ങളും തരും. അങ്ങനെയെങ്കിൽ നമ്മുടെ അങ്ങനെ അപ്പനാണെന്ന് പറയുമ്പോൾ ഈ ഒരു ചിന്തയാണ് നമ്മുടെ ബുദ്ധിയിൽ ഇരിക്കുന്നത്. നന്മ ചെയ്യുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന, തിന്മ ചെയ്യുമ്പോൾ നമ്മെ ശിക്ഷിക്കുന്ന അപ്പൻ. അങ്ങനെയാണല്ലോ അപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെയെങ്കിൽ ഈ അപ്പനോട് എല്ലാം തുറന്നു പറയാൻ പറ്റുമോ? നിശ്ചയമായും എല്ലാം തുറന്ന് നമ്മൾ പറയില്ല. പക്ഷെ ദൈവം അപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് എല്ലാം തുറന്നു പറയാം. പ്രായോഗിക ജീവിതത്തിൽ അത് ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം തുറന്നു പറയാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ തുറന്നു പറയുമായിരിക്കും, ഒക്കെ ചെയ്യുമായിരിക്കും. അപ്പൊ അങ്ങനെ തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണോ ദൈവം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യന്റെ കഥ തുടങ്ങുന്നത് ഏദൻ തോട്ടത്തിലാണ്. ആദം, നമുക്കറിയാവുന്ന കാര്യമാണ്. ഏദൻ തോട്ടത്തിൽ ആദത്തെ സൃഷ്ടിച്ചതൊക്കെ നമുക്കറിയാം. അപ്പൊ ഏദൻ തോട്ടത്തിലെ ആദത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം, ഒന്ന് സഞ്ചരിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിലൂടെ നടക്കുന്ന ശബ്ദം അവർ കേട്ടു. ആദത്തിന്റെ കഥ ഞാൻ വിസ്തരിച്ച് പറയേണ്ട ആവശ്യം ഇല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ യഹോവയായ ദൈവം തോട്ടത്തിലൂടെ നടക്കുന്ന ശബ്ദം ആദമും ഹൗവയുമാണ് കേൾക്കുന്നത്. സന്ദർഭം നമ്മൾക്കറിയാം. പറിക്കരുതെന്ന് പറഞ്ഞ പഴം പറിച്ച് ഭക്ഷിച്ചു, ഫലം കഴിച്ചു. അപ്പോ ഇവരിങ്ങനെ നോക്കുകയാണ്. യഹോവയായ ദൈവം വരുന്ന സമയം അവർക്കറിയാം. അവരിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്, യഹോവ വരുന്നുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് അവര് കേൾക്കുകയാണ് ആ ശബ്ദം, യഹോവയായ ദൈവം നടന്നു വരുന്ന ശബ്ദം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ദിവസവും യഹോവയായ ദൈവം ഇവരുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അവരുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ യഹോവയായ ദൈവം വരുന്ന സമയം എന്ന് പറയുന്നത് വെയിലാറുമ്പോഴാണ്. അതൊരു 4 മണി സമയമായിട്ട് ഞാൻ കാണുകയാണ്.
4 മണി സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. 4 തൊട്ട് 6 വരെ വൈകുന്നേര സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. കൊച്ചു കുട്ടികൾ കളിക്കാൻ പോകുന്ന സമയം, നമ്മൾ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയം, അല്ലാതെ ഒരുപാട് ജോലിയൊന്നും ചെയ്യുന്ന സമയമല്ല. കൂട്ടുകൂടുന്നൊക്കെ ഒരു സമയമാണ്, സംസാരിക്കുന്ന സമയമാണത്. അങ്ങനെയുള്ള സമയമാണ് ഈ വെയിലാറുന്ന സമയം. അതിന്റെ അർത്ഥം യഹോവയായ ദൈവം ഈ ആദമിനോടും ഹവ്വയോടും സംസാരിക്കാൻ, കൂട്ടുകൂടാൻ വരുന്ന സമയമാണ്. എല്ലാ ദിവസവും വരുമായിരുന്നു. എന്ന് വെച്ചാൽ ഈ അപ്പൻ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് ഇവരുമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. എന്തും പറയാൻ പറ്റുന്ന സ്നേഹവാനായ ഒരു അപ്പനാണ്. അതാണ് ദൈവത്തെ നമ്മൾ അപ്പൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തും പറയാം, എന്ത് രഹസ്യങ്ങളും പറയാം. ആ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പാണ് ആ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമും ഹവ്വയും പുറത്തായി. മുന്നോട്ടുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു സംശയം വീണ്ടും നിൽക്കുകയാണ്. ഈ അപ്പൻ ശിക്ഷിക്കുന്ന അപ്പനല്ലേ, ഒരു തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷിച്ചു. നമുക്ക് സംശയമായി. നിങ്ങളുടെ മനസ്സിലും കാണും ആ സംശയം. മുന്നോട്ടുള്ള ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനം കണ്ടിരുന്ന ദൈവം എന്ന് പറയുന്നത് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും, നന്മ ചെയ്താൽ അനുഗ്രഹിക്കും. അങ്ങനെ ഒരു ദൈവത്തെയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ദൈവത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൽ ഇത് തന്നെ അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ബുദ്ധിയിലും ഈ ദൈവം എന്ന് പറയുന്നത് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും, നന്മ ചെയ്താൽ അനുഗ്രഹിക്കും. ഇതാണ് നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന കാര്യം. യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ യഹോവയായ ദൈവത്തിന്റെ പുത്രനായ യേശു തെറ്റ് ചെയ്ത് പോയ മനുഷ്യനെ ഈ ദൈവത്തിലേക്ക്, ഈ യഹോവയായ ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കണമെങ്കിൽ ഈ ദൈവം ആരാണെന്ന് നമ്മൾ അറിയണം. അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്. യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു എന്ന് വെച്ച അർത്ഥം എന്താ? ഞാൻ ചെയ്യുന്നതൊക്കെയാണ് പിതാവ് ചെയ്യുന്നതെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഈ യേശു എന്താണ് ചെയ്തത്? ഈ യേശു ഒരു വേശ്യ സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട്, ബൈബിളിൽ പറയുന്നുണ്ട്, കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, നീ, മറ്റുള്ളവർ ചോദിക്കും യേശുവിനോട്, നീ ആണെങ്കിൽ ഇവളെ എങ്ങനെ വിധിക്കും? യേശു പറയുന്നത് ഇങ്ങനെയാണ്. അന്നത്തെ കാലഘട്ടം അറിയാം, വേശ്യ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് നിയമം. അപ്പൊ യേശു പറയുന്ന മറുപടി എങ്ങനെയാണ്? പാപമില്ലാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ. അപ്പൊ എല്ലാവരും പോവുകയാണ്. യേശു പറയുന്ന മറുപടി എന്താ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ യേശു പറയുകയാണ്, മനസ്സുണ്ടോ പശ്ചാത്തപിക്കാൻ? ഈ ആദവും പിതാവാം ദൈവവും തമ്മിലുള്ള ആ ബന്ധത്തിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ സാധിക്കും. മനസ്സുണ്ടോ? പാപത്തേക്ക് എന്ന് ഏറ്റുപറഞ്ഞ് തിരിച്ചു ചെല്ലാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ അത് സാധിക്കുമെന്നാണ് യേശുക്രിസ്തു അവിടെ തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നത്. യേശു ഒരു കഥ പറയുന്നുണ്ട്, ധൂർത്തപുത്രന്റെ കഥ. ധൂർത്തപുത്രന്റെ കഥ ഇങ്ങനെയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. ഒരപ്പന് 2 മക്കളുണ്ട്. ഈ രണ്ടാമത്തെ മകൻ സ്വത്ത് പാതി ചോദിച്ചുകൊണ്ട്, തനിക്ക് അവകാശപ്പെട്ട സ്വത്താണ് ചോദിക്കുന്നത്. സ്വത്ത് ചോദിച്ചുകൊണ്ട് ഇവന് പോവുകയാണ്, എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അവൻ ചെന്ന് ഈ സ്വത്തൊക്കെ നശിപ്പിക്കുന്നു കൂട്ടുകൂടി. പിന്നീട് അവന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ദാരിദ്ര്യം അനുഭവിക്കുന്നു. അവൻ പന്നികളെ നോക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നു. പക്ഷെ ഇവന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അവൻ തന്റെ അപ്പനെ പറ്റി ഓർക്കുകയാണ്. തിരിച്ച് ഈ മകൻ തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് വരികയാണ്. ആ ഭാഗം വളരെ മനോഹരമാണ്. ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൂരെ നിന്ന് തന്റെ മകൻ വരുന്നത് ഈ അപ്പൻ കണ്ടു. ദൂരെ നിന്ന് കണ്ടു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു, മോതിരം അണിയിച്ചു, ചെരുപ്പ് കൊടുത്തു, വസ്ത്രം കൊടുത്തു, കൊഴുപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് വിരുന്ന് നടത്തി. കുറെ വെർബാണ് അവിടെ പറയുന്നത്, കുറെ ക്രിയകളാണ് അവിടെ പറയുന്നത്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു എന്ന് വെച്ചാൽ അർത്ഥം, ഈ അപ്പൻ മകൻ പോകുമ്പോൾ ഈ അപ്പൻ അറിയാം ഈ മകൻ തിരിച്ചു വരും. അത് നോക്കിയിരിക്കുന്ന ഒരു അപ്പനാണ്. എന്നെയും നിങ്ങളെയും നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. തന്റെ അടുക്കലേക്ക് എല്ലാം പറയുന്ന,
ആ അപ്പനെ സ്നേഹിക്കുന്ന ഒരു മകനും മകളും ഒക്കെയാണ് നമ്മൾ. തിരിച്ചു വരുന്ന നോക്കിയിരിക്കുന്ന ഒരപ്പനുണ്ട്. നമ്മൾ തിരിച്ചു വരാൻ ഒത്തിരി മനസ്സ് കാണിച്ചാൽ, ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെച്ചാൽ 10 സ്റ്റെപ്പ് ദൈവം നമ്മുടെ അടുക്കലേക്ക് വരും. എന്നിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും, നമുക്കെല്ലാം വേണ്ടിയതെല്ലാം നൽകും. അത് കഴിഞ്ഞത്തെ വാക്കിങ്ങനാണ്: കൊഴുപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് വിരുന്നൊരുക്കി. അതായത് മക്കള് തിരിച്ചു വരുമ്പോ സ്വർഗത്തിൽ വലിയ വിരുന്ന് നടക്കും. ആ കാളക്കുട്ടിക്ക് മുമ്പ് പ്രയോഗിച്ചിരിക്കുന്ന വാക്കിങ്ങനാണ് കൊഴുപ്പിച്ച എന്ന് വെച്ചാൽ, നമ്മള് എന്താണ്, ഈ ധൂർത്തപുത്രൻ പോയപ്പോൾ തന്നെ അപ്പൻ ഒരു കാളക്കുട്ടിയെ വാങ്ങിച്ച് അതിൽ തീറ്റിപ്പോറ്റി മകൻ തിരിച്ചു വരുമ്പോൾ വിരുന്നു നടത്താൻ ഒരുങ്ങിയിരിക്കുന്ന അപ്പനാണ്. അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആഹ്ലാദിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ദൈവത്തിന്റെ കൂടെ. അത് നോക്കി പാർത്തിങ്ങനെ ഇരിക്കുകയാണ് തമ്പുരാൻ. യേശു കാണിച്ചു തരാൻ, ഇതാണ് സ്വർഗത്തിലെ എൻ്റെ അപ്പൻ. ആര് തിരിച്ചു വന്നാലും സ്വീകരിക്കും. ചോദിക്കുന്നില്ല പകുതി പണം കൊണ്ടുപോയല്ലോ, വീട്ടിലെ സ്വത്തിന്റെ പകുതി കൊണ്ടുപോയില്ലേ, എവിടെ കൊണ്ട് കളഞ്ഞു എന്ന് ചോദിച്ചോ? ഈ ധൂർത്തപുത്രനോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? നീ ആരുടെ കൂടെ കൂട്ടുകൂടിയത്? എന്തെങ്കിലും എന്താണ് ഇപ്പൊ പറയുന്ന പോലെ ഡ്രഗ് ഒക്കെ ഉപയോഗിച്ചോ? ഒന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. അല്ലെ നിനക്ക് ഞാൻ തന്നല്ലേ, എന്ത് ചെയ്യും? ഒന്നും ചോദിക്കുന്നില്ല, ഒരക്ഷരം പോലും ചോദിക്കുന്നില്ല. പകരം എന്ത് ചെയ്യാണ്? ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് എല്ലാം കൊടുത്ത് സ്വീകരിക്കുന്ന അപ്പനാണ്. യേശുക്രിസ്തു പറയാണ്, നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെണ്മയാക്കാൻ എനിക്ക് സാധിക്കും എന്ന്. പിതാവ്, നമ്മുടെ പിതാവ് അങ്ങനത്തെ പിതാവാണെന്ന് പറയണം. അല്ലാതെ നമ്മൾ ശിക്ഷിക്കാനിരിക്കുന്ന ഒരു പിതാവല്ല, നമ്മൾ സ്നേഹിക്കാനിരിക്കുന്ന ഒരു പിതാവാണ്. ആ പിതാവിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഒക്കെ മനസ്സിൽ ഒരു ചിന്ത കാണും. കുറച്ച് വയസ്സൊക്കെ ആയല്ലോ, 18, 19, 20 ഒക്കെ ആയി കാണുമല്ലോ. നമുക്കറിയാം നമ്മൾ ആരാണെന്ന് ശരിക്കും നമുക്കറിയാം. നമ്മളുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറയുന്നത്, നമ്മൾ മറ്റുള്ളവർ ഇടപെടുന്നത്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, സമൂഹത്തിലൊക്കെ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മളെ നന്നായിട്ട് അറിയാം. അറിയത്തില്ലെന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, ഈ ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷത്തിൽ. ഇല്ലെങ്കിൽ എന്നെ ഇത്രയും ദൈവം സ്നേഹിച്ചിട്ട് ഇനി എങ്ങനെയാണ് തിരിച്ചു പോകുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇത്രയൊക്കെ എന്നെ സ്നേഹിച്ചിട്ട് എങ്ങനെയാണ് ഇനിയൊന്ന് തിരിച്ചു പോകുന്നത് എന്നൊരു ലജ്ജയൊക്കെ തോന്നിയിട്ടുണ്ട് ചില സമയത്ത്. അങ്ങനെയൊക്കെ തോന്നാം. അല്ലെ, തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നാം. അതിനും തമ്പുരാൻ മറുപടി പറയുന്നുണ്ട്. യേശു പറയുന്നൊരു കഥയുണ്ട് ബൈബിളിൻ്റെ അകത്ത്. ഒരു മുന്തിരിത്തോട്ടമുള്ള യജമാനന്റെ കഥ. ആ യജമാനൻ മുന്തിരിത്തോട്ടത്തിൽ പണിയാൻ വേലക്കാരെ അന്വേഷിക്കുകയാണ്. വഴിയിൽ നിന്ന് 3 മണി നേരം, ബൈബിളിൽ 3 മണിയൊക്കെ ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ടതാണ്, അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. 3 മണിക്ക് വഴിയിൽ നിൽക്കുന്ന 3 മണി സമയത്ത് കാണുന്ന വേലക്കാരെ, 1 വെള്ളിക്കാശ് ഞാൻ നിങ്ങൾക്ക് തരാം, എന്റെ തോട്ടത്തിൽ വേല ചെയ്യാൻ വിളിക്കും. അവര് വേല ചെയ്യാൻ ചെല്ലുന്നു. പിന്നീട് 9 മണിക്ക് കുറച്ചു പേര് ചെല്ലുന്നു, 11 മണിക്ക് കുറച്ചു പേര് ചെല്ലുന്നു. വൈകുന്നേരം ആകുമ്പോൾ, സമയം കഴിയുമ്പോൾ കൂലി കൊടുക്കാൻ യജമാനൻ ചെല്ലുകയാണ്. ഈ 11 മണിക്ക് ചെല്ലുന്ന ആൾക്ക് 1 വെള്ളിക്കാശ് കൊടുക്കുന്നു. അപ്പൊ 3 മണിക്ക് ചെല്ലുന്നവൻ ചിന്തിക്കും, എനിക്ക് അതിൽ കൂടുതൽ കിട്ടുമായിരിക്കുമെന്ന്. പക്ഷെ അവന് 1 വെള്ളിക്കാശാണ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്കാണ്, അല്ലെങ്കിൽ ഈ തോട്ടക്കാരൻ പറയാണ്, എന്റെ സമ്പത്ത് എങ്ങനെ വിഭജിച്ചു കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് എന്റേതാണ്. അത് ഞാൻ 3 മണിക്ക് വരുന്നവർക്കും കൊടുക്കും, 9 മണിക്ക് വരുന്നവർക്കും കൊടുക്കും, 11 മണിക്ക് വരുന്നവർക്കും കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഏത് സമയത്ത് തിരിച്ചു ചെന്നാലും, 5 വയസ്സിൽ വന്നാലും, 10 വയസ്സിൽ വന്നാലും, 15 വയസ്സിൽ വന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. 30-ാമത്തെ വയസ്സിൽ വന്നാലും, 50-ാമത്തെ വയസ്സിൽ വന്നാലും സ്വീകരിക്കാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ അത് സ്വീകരിക്കുന്നവർക്ക് സമയം വെച്ച് നീട്ടാൻ പാടില്ല. കാരണം മനുഷ്യന്റെ ജീവിതം എവിടം വരെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നാളെ ഉണ്ടോയെന്ന് നമുക്ക് ആർക്കും അറിയില്ല.
അതുകൊണ്ട് കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പ്, കർത്താവിന്റെ സന്നിധിയിലേക്ക് അവനെ സ്നേഹിക്കാൻ. എന്ന് വെച്ചാൽ ഒരു ശിക്ഷിക്കുന്ന ദൈവമല്ല, അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഒരു ദൈവത്തെയാണ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത്. യേശുക്രിസ്തു ഈ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ കണ്ടു, ആദം തെറ്റ് ചെയ്തു, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മനുഷ്യൻ ആ തെറ്റ് പിന്തുടരുകയാണ്. ഈ തെറ്റിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷയാണ് യേശുക്രിസ്തു കുരിശിൽ വഹിക്കുന്നത്. നമ്മളുടെ, എന്റെയും നിങ്ങളുടെയും, ലോകം മുഴുവനുള്ള മനുഷ്യരുടെ പാപം തമ്പുരാൻ ആ പാപത്തിന്റെ ശിക്ഷ കുരിശിൽ അതികഠിനമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവൻ ആ ശിക്ഷ സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പൊ അതിൽ വിശ്വസിക്കുന്ന ഏവനും ഈ രക്ഷയുണ്ട്. യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത് പിതാവിന്റെ ഈ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. എന്റെയും നിങ്ങളുടെയും പാപം ഞാൻ ശരീരത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആ പിതാവിലേക്ക് തിരിച്ചു ചെന്നാൽ മതി. ആ പിതാവിനെ ഒന്ന് സ്നേഹിച്ചാൽ മതി. അവൻ സ്നേഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ സാധിക്കും? അടുത്ത ചോദ്യമാണ്, ഇതെങ്ങനെ സാധിക്കും? അതിനാണ് പരിശുദ്ധാത്മാവ്. അല്ലെ, യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ എന്റെ നാമത്തിൽ പിതാവാം ദൈവം അയക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്ക വരും. അവൻ നിങ്ങളെ എല്ലാം ഓർമ്മിപ്പിക്കുകയും, ഞാൻ പഠിപ്പിച്ചത്, യേശുക്രിസ്തു പഠിപ്പിച്ചതെല്ലാം ഓർമ്മിപ്പിക്കുകയും അത് ചെയ്യാൻ ശക്തരാക്കുകയും ചെയ്യും. അപ്പൊ എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. അതാണ് നമ്മൾ മാമോദീസായിലൂടെ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്. മാമോദീസായിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ, എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനികളാണ്. നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ നമ്മൾ ചാരവിട്ട്, പാപമാകുന്ന ചാരവിട്ട് മൂടി വെച്ചേക്കാണ്. അതിനെ നമ്മൾ ജ്വലിപ്പിക്കണം. റൂഹായെ നമ്മൾ വരാൻ പറയണം. പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്ന് നിറയണമേ എന്ന് പറയണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തിക്കൊള്ളും. നമ്മൾ ഏത് വഴിയെ പോണമെന്ന് അവൻ പറഞ്ഞുകൊള്ളും. ആദ്യം എന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി എല്ലാം നിനക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, തൃത്വൈക ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് തീർച്ചയായും തമ്പുരാന്റെ ആ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഒരു കഥയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 15 മിനിറ്റ് ആണെന്ന് തോന്നുന്ന സമയം, 15 മിനിറ്റ് കൂടുതൽ എടുത്തോന്നൊരു സംശയം. ഓക്കെ, കർത്താവ് ഒരാട്ടിടയന്റെ കഥ പറയുന്നുണ്ടല്ലോ. 100 ആടുകൾ ഒരു ഇടയനുണ്ടായിരുന്നു. ഈ ഇടയൻ 100 ആടുകളെയും കൊണ്ട് പോകുന്ന വഴിക്ക് ഒരാട് കാണുന്നില്ല. ഈ ഇടയൻ എന്ത് ചെയ്തു? ആടിനെ അവിടെ നിർത്തിയിട്ട് ഈ ഒരാടിനെ തപ്പി പോവുകയാണ്. ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കി. 99 അവിടെ നിർത്തിയിട്ട് ഒരാടിന്റെ പുറകെ പോയാലുള്ള അവസ്ഥ. നിങ്ങളാണെ പോവോ? ഞാനാണെ പോത്തില്ല. ഒന്ന് പൊക്കോട്ടെ, ബാക്കി 99 പോകണ്ടല്ലോ എന്ന് ചിന്തിക്കുക അല്ലേ? ഈ ആടിനെ തപ്പി ഈ ഇടയൻ പോവുകയാണ്. 99 അവിടെ നിർത്തിയിട്ട് ഈ ഒന്നിനെ തപ്പി പോവുകയാണ്. ആ ഒന്നിനെ തപ്പി തേടി തിരിച്ചു വന്ന് കൂട്ടത്തിൽ വെക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു 5 എണ്ണം പോകും. അപ്പോൾ ഈ ഇടയൻ എന്ത് ചെയ്യും? ഈ 5 എണ്ണത്തിനെ തപ്പി തേടി തിരിച്ചു കൊണ്ടുവരും. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഒരു 10 എണ്ണം പോകാം. എന്താണ് ഈ കഥയുടെ അർത്ഥം? ഞാനും നിങ്ങളുടെ അവസ്ഥയാണ് പറയുന്നത്. കർത്താവ് നമ്മളെ എല്ലാം ചേർത്ത് പിടിച്ചു. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ തമ്പുരാനെ വിട്ടുപോകുന്ന ഓരോരുത്തരുടെയും പുറകെ ഈ തമ്പുരാൻ വരും. വന്നിട്ട് ചേർത്ത് പിടിക്കും. എത്ര പ്രാവശ്യം വേണേലും കൂടെ പോയി നമ്മളെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ അവൻ തയ്യാറാണ്. ഒരു മനസ്സ് നമ്മൾ വെച്ചാൽ മതി. പിതാവിന്റെ സ്നേഹം. ആരാണ് ഈ ദൈവം എന്ന് ചോദിച്ചാൽ എന്റെ പിതാവാണ് ഈ ദൈവം. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവം, എന്നെ ശിക്ഷിക്കാനിരിക്കുന്ന ദൈവമല്ല, എന്നെ സ്നേഹിക്കാനിരിക്കുന്ന ദൈവമാണെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ തമ്പുരാനെ സ്നേഹിക്കുവാനും ഈ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച് ജീവിക്കുവാനും എനിക്കും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നതോടൊപ്പം യൂത്ത് എന്ന് പറയുന്ന, അല്ലെ കൗമാര കാലഘട്ടം എന്ന് പറയുന്ന, യൗവന കാലഘട്ടം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ് എല്ലാം പ്രവർത്തിക്കുന്ന കാലഘട്ടം. പ്രവർത്തിക്കാൻ സന്നദ്ധമായ മനസ്സുള്ള ഒരു കാലഘട്ടമാണ്. ഈ സമയത്താണ് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് ഓരോ വിത്തിനെ പാകുന്നത്.
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലേക്ക് എല്ലാ വ്യാഴാഴ്ച വൈകിട്ടും 10 മണിക്ക് കൂടുന്ന നിങ്ങളുടെ മനസ്സിലേക്ക് തമ്പുരാൻ വചനമാകുന്ന വിത്തിനെ കൊണ്ടുവന്ന് വെക്കട്ടെ. എന്നിട്ട് അത് വളർന്ന് വലുതായി വൻവൃക്ഷമായി അനേക മനുഷ്യർക്ക് തണലായി നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, Mrs. Gia, teacher, for a wonderful, godly words. I would like to welcome Ronnie Miss for the closing prayer. ദൈവമായ കർത്താവെ ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത്രയും നല്ലൊരു മെസ്സേജ് ഞങ്ങൾക്ക് കേൾക്കുവാൻ കൃപ നൽകിയതിനെ ഓർത്ത് ആയിരം ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ആ വചനമാകുന്ന വിത്ത് ഞങ്ങളുടെ ഉള്ളിൽ പാകപ്പെടണം കർത്താവെ. ദൈവം നിന്റെ വചനത്തിലുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നവനും എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവും അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എൻ്റെ അപ്പനെ ഒന്ന് സ്നേഹിക്കുവാൻ, എൻ്റെ അപ്പനെ സ്നേഹിക്കുമ്പോൾ ആ പിതാവിനെയും സ്നേഹിച്ച് ആ തമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഞങ്ങൾ കർത്താവെ ആഗ്രഹിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവം, ഞങ്ങൾ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ആ മുടിയനായ പുത്രനെ പോലെ ഞങ്ങളെ സ്വീകരിക്കണം കർത്താവെ. ഈശോ ദൈവം, ഞങ്ങൾ തെറ്റ് ചെയ്താലും കർത്താവെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന തമ്പുരാനെ അപ്പ ഞങ്ങളുടെ അപ്പനാണല്ലോ ദൈവമായ കർത്താവെ. എൻ്റെ ദൈവമേ, ഭൂമിയിലെ കർത്താവെ ദോഷികളായ മക്കൾ കർത്താവ്, ദോഷികളായ നിങ്ങളുടെ മക്കൾ നല്ല ദാനത്തെ ദോഷികളായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനത്തെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികം കൊടുക്കും. ഭൂമിയിലുള്ള അപ്പൻ തന്റെ മക്കളെ എത്രത്തോളം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു കർത്താവെ. അതിനൊക്കെയും ഉപരി ഞങ്ങളെ കരുതുന്ന സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ അപ്പാ. ദൈവമേ, ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറഞ്ഞു കവിയുമാറാകണമേ അപ്പാ. ദൈവമായ കർത്താവെ, ഈ സമയത്ത് കർത്താവെ ടീച്ചറിന്റെ കർത്താവെ നിന്റെ മകളെ എത്രത്തോളം നീ ഒരുക്കിയതിനെ ഓർത്ത് ദൈവമേ ആയിരം സ്തുതിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ ടീച്ചറേ കർത്താവെ, നീ അനുഗ്രഹത്തിന്റെ വലിയ വാതിലുകളെ തുറന്നു തരണമപ്പ. സ്വർഗത്തിന് വേണ്ടി കർത്താവെ ദൈവം നല്ല ദാസിയായി കർത്താവ് ഒരുക്കിയെടുക്കുമാറാകണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നപ്പ. ദൈവം ഇവിടെ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവരുണ്ടപ്പ. ദൈവം, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരിതിലുണ്ട് കർത്താവെ, കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവെ, ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി കർത്താവെ, കുടുംബജീവിതത്തിലൊക്കെയും സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവെ. എൻ്റെ ദൈവം, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ദൈവം, ജോലി മേഖലകളിലെ സ്ട്രെസ് കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അങ്ങനെ വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണപ്പ ഞങ്ങൾ ഈ ഓൺലൈൻ മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന ഇത്രയും ആളുകളും. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതിഭാരങ്ങളെ കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതിസന്ധികളെ പ്രശ്നങ്ങളെയും എല്ലാം കർത്താവെ നിന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ വചനത്തിലുണ്ടല്ലോ കർത്താവെ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്നു, നിന്റെ മതിലുകൾ എൻ്റെ മുമ്പിൽ എല്ലായ്പ്പോഴും ഇരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രതിസന്ധികളെ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും കർത്താവെ നീ അറിയണമേ അപ്പ. ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഞങ്ങളുടെ ഓരോ പ്രതിസന്ധികളും തമ്പുരാൻ ഏറ്റെടുക്കണം അപ്പ. ദൈവമായ കർത്താവെ, നീ ജോസഫിന്റെ കൂടെയായിരുന്നതുപോലെ, ജോസഫ് യഹോവയുടെ കൂടെയായിരുന്നു, അതുകൊണ്ട് ജോസഫ് ചെയ്ത എല്ലാ കാര്യത്തിലും വിജയം കൈവരിച്ചു. എൻ്റെ അപ്പ, അതുപോലെ ജോസഫിന്റെ കൂടെയായിരുന്നതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ആകണമപ്പ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമാറാകണമേ. ജോസഫ് ഫലപ്രദമായ മുന്തിരിവള്ളിയും നീരുറവയ്ക്ക് അരുവിയുള്ള ഫലപ്രദമായ മുന്തിരിവള്ളിയും, ആ മുന്തിരിവള്ളി അതിന്റെ കൊമ്പുകൾ ആ മതിലിന്മേൽ പടരുന്നു. എൻ്റെ ദൈവമേ, ആ കൊമ്പായിട്ട് കർത്താവ് ഒരു ഫലപ്രദമായ മുന്തിരിവള്ളിയായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കി തീരുമാനാക്കണമേ. ഞങ്ങളുടെ മുമ്പിലുള്ള ഓരോ പ്രതിസന്ധികളുടെ മേലും, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെ മേലും കർത്താവെ, ആ പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് എഴുന്നള്ളി വരുമാറാകണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ. ഈശോയുടെ ചേർന്നിരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണമേ. കർത്താവ്, നിന്റെ തമ്പുരാന്റെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വഹിക്കുമാറാകണമേ. കർത്താവ്, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന സമയത്തൊക്കെ ദൈവമേ, സിയോനിൽ നിന്നും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ദൈവം, ഈ പ്രാവശ്യം ഞങ്ങൾ കർത്താവ് ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അടുത്ത തേഴ്സ്ഡേയിൽ ഞങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യുന്നവോളം ദൈവത്തിന്റെ കൃപയും കരുണയും എപ്പോഴും ഞങ്ങളെ പിന്തുടരുമാറാകണമേ. ആമീൻ. ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ടെസ്റ്റ് മോണി പറയാനുണ്ടെങ്കിൽ they can do it now. ആർക്കെങ്കിലും ഉണ്ടോ?
ഐ ഹോപ്പ് ആർക്കും ഇല്ല, ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. ഇസ് ദർ എനിവൺ? ഇല്ല. ഓക്കെ, we can close this thing by നമുക്ക് സ്വർഗസ്നായ പിതാവേയും കൃപ നിറഞ്ഞ മറിയമേയും ഒന്നിച്ച് ചൊല്ലി നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. സോ പറ്റുവാണെങ്കിൽ എല്ലാവരും മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് ഒന്നിച്ച് എല്ലാവരും ചൊല്ലുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മൗത്തിന്റെയും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് ദൈവത്തിൽ വാഴ്ത്തപ്പെട്ടവളാണ്, നിന്റെ വയറ്റിലെ ഫലമായി മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കും. താങ്ക് യു ഓൾ. Good night. Thank you and good night. You can leave the meeting. It's over.